ഇയാൾ പറയുന്ന കള്ളത്തരങ്ങൾ പിടികൂടാതിരിക്കാൻ പുതിയ ഓരോ രാഷ്ട്രീയക്കാർ തന്ത്രം ഓരോ സംഭവം കൊടുക്കുക. ഒരു ത്വരീക്കത്തുമായിട്ട് ബന്ധമില്ലാത്ത വേറെ ഏതോ ചങ്ങാതിമാരുടെ പുസ്തകമാണത്. കാദിയാനികളെ പോലെ ഇസ്ലാമുമായി അവർ മുസ്ലിം ഖുർആനി സുന്നത്തെന്നൊക്കെ പറയും. നുബുവത്ത് വാദിക്കുന്ന, ഇമാം മഹ്ദിയാണെന്ന് വാദിക്കുന്ന, സർവ്വമത സത്യവാദമുള്ള വളരെ പിഴച്ച കക്ഷിയായിട്ടുള്ള ഒരു ടീമിന്റെ ഉറുദുവിലുള്ള പുസ്തകത്തിന്റെ പരിഭാഷ കൊണ്ടത് വായിക്കുക. എന്നിട്ട് ഇയാൾക്ക് ത്വരീക്കത്തും മശായിഖമാരോട് വെറുപ്പ്. എത്ര വട്ടായി ഇങ്ങനെ കുട്ടി തേങ്ങ വ്യാജത്വരീക്കത്തിന്റെ ബുക്ക, വ്യാജത്വരീക്കത്തിന്റെ ബുക്ക. എന്തിനാണ് പറയുന്നത്? വ്യാജന്മാർ ശരിയാത്തിനും ത്വരീക്കത്തിനും എവിടെ ഉണ്ടായാലും വ്യാജം തന്നെ. പക്ഷെ നിങ്ങൾ ഈ കൊണ്ടുവന്നത് ത്വരീക്കത്തും ഹക്കീക്കത്തും ബന്ധപ്പെട്ടതല്ല. ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് ഒരു പുസ്തകം വായിച്ചിരുന്നു, 2-3 സ്ഥലത്തുനിന്ന് വായിച്ചിട്ടുണ്ട്. ഒരു കള്ളത്തൊരീക്കത്തുകാരന്റെ പുസ്തകമാണ്. വളരെ അപകടം പിടിച്ച വാദങ്ങളാണ് അതിലുള്ളത്. കുരുവട്ടൂരികളെ മാതിരി തന്നെ. കുരുവട്ടൂരികൾ ഇപ്പം മഹാന്മാർക്ക് എന്തെങ്കിലും ഒരു അധികാരം കൊടുത്താൽ, നിയന്ത്രണം കൊടുത്താൽ പിന്നെ അള്ളാഹ് കയ്യിൽ ഒരു അധികാരമില്ല, മൊബൈൽ ഫോൺ കൊടുത്ത മാതിരിയാണെന്നുള്ള കുഫ്രിയത്തിന്റെയും മുഅ്തസിലത്തിന്റെയും വാദമൊക്കെ വാദിക്കുന്നുണ്ടല്ലോ. അതിനേക്കാളും അപകടം പിടിച്ച വാദങ്ങളുള്ള ഒരു ത്വരീക്കത്ത് ഗോഹിർ സാഹി എന്നാണ് അതിന്റെ മെയിൻ ആള്. അത് ഇവിടെ പ്രചരിപ്പിക്കുന്ന ഒരു ചങ്ങായിണ്ട്, ഫാഹിം ബാക്കവി എന്ന് പറഞ്ഞത്. അപ്പൊ ഈ അടുത്ത കാലത്താണ് ഇപ്പൊ നമ്മളെ കേരളത്തിൽ അതിന്റെ പ്രചാരണം വരുന്നത്. അപ്പൊ കേരളത്തിൽ അതിന്റെ പുസ്തകങ്ങളൊക്കെ ഇപ്പൊ രഹസ്യമായിട്ട് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ ആലിമീങ്ങൾ കണ്ടറിയുന്നുണ്ട്. അതിനെതിരെ നമ്മൾ ശക്തമായിട്ട് ഇനി രംഗത്ത് വരികയാണ്. ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് ആ പുസ്തകം വായിക്കുന്നുണ്ട്, അതിന്റെ തുടക്കമാണത്. എന്നിട്ട് ഇപ്പൊ ഇവൻ വല്ല അത് ത്വരീക്കത്തൊന്നുമല്ല, അത് നുബുവത്ത് വാദിക്കുന്ന ഏതൊരു ചങ്ങായിയാണ്, കാദിയാനെ പോലെ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സമത് വല്ല തട്ടിവിടാൻ നോക്കുക. അതല്ല, പേച്ച ത്വരീക്കത്തുകാർ മുഴുവനും ഈ കോലത്തിലുള്ള വാദങ്ങളാണ് അവർക്കുള്ളത്. കുരുട്ടൂരികളുടെ വാദം നമ്മൾ പറഞ്ഞില്ലേ, അതുപോലുള്ള വാദങ്ങളുള്ള ഒരു ചങ്ങായിയാണ് ഈ ഗോഹിർ സായി എന്ന് പറഞ്ഞാൽ. അതിന്റെ പ്രചരണം നടത്താൻ വേണ്ടിയിട്ട് മുഹമ്മദ് ഫാഹിം ബാക്കവി പറഞ്ഞൊരു ബാക്കവി ഇവിടെ രംഗത്തുണ്ട്, നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ടാവുക. അപ്പൊ അതിനെപ്പറ്റി ഇപ്പം പറയാ അതിന് ത്വരീക്കത്ത് തെറ്റൊന്നും ബന്ധമില്ല എന്ന് പാച്ച നുണ പറഞ്ഞേ. അതിന് ബന്ധമുണ്ടോന്നുള്ളത് ഫാഹിം ബാക്കവി തന്നെ പറയുന്നുണ്ട്. അയാൾ പറഞ്ഞൊന്ന് കേട്ടു നിങ്ങൾ. വെറും കേവലം ലാഹിറായിട്ടുള്ള ഇൽമുകൾക്കപ്പുറത്തേക്കുള്ള ഇൽമുകൾ കൂടി കരസ്ഥമാക്കണം. അതിന് തൻ്റെ ഇടമുള്ള ഒരു മുർഷിദും വലിയനെ കണ്ടെത്തിക്കണം. അതില്ലാത്തതിൻ്റെ പേരിലാണോ ഈ പറയപ്പെട്ട രീതിയിൽ ഒരു ആത്മീയതയെ വളച്ചൊടിച്ചുകൊണ്ട് പൊതുസമൂഹത്തിന്റെ മുന്നിൽ തെറ്റിദ്ധരിപ്പിക്കുന്നത്? ഷെയ്ഖില്ലാത്തവന്റെ ഷെയ്ഖ് ശൈത്താനാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് നമ്മളെ പഠിപ്പിച്ചിട്ടില്ലേ? ആ ഷെയ്ഖില്ലാത്തതിന്റെ കോലമാണ്, ചേലാണ് ഈ പറയുന്ന ആളുകളിൽ നിന്ന് പ്രതിഫലിക്കുന്നത്. ഇയാളാണ് ഫഹീം ബാക്കവി എന്ന് പറയുന്ന കേരളത്തിൽ അത് പ്രചരിപ്പിക്കുന്ന ആള്. ഇയാൾക്കൊരു ചാനലൊക്കെ ഉണ്ട്, അർറ ചാനൽ എന്ന് പറഞ്ഞിട്ട്, അർറ വോയിസ് മലയാളം, ഖാദിരി ചിശ്തി എന്നൊക്കെയാണ് അതിന്റെ പേര്. ത്വരീക്കത്തിന്റെ പേരാട്ടത്. എന്നിട്ട് ഇപ്പം പറയാ അത് ത്വരീക്കത്തൊന്നല്ല, എന്നിട്ട് അതിന് വ്യാജ ത്വരീക്കത്താക്കിയിട്ട് ഒക്കെ കൂടി ഇങ്ങോട്ട് അടുത്ത് ആക്ഷേപിക്കുകയാണെന്ന്. ആര് പറഞ്ഞു ത്വരീക്കത്തല്ലാന്ന്? അതിന്റെ പ്രചാരകനാണ് ഈ മുഹമ്മദ് ഫാഹിം ബാക്കവി എന്ന് പറഞ്ഞാള്. അയാൾ പറഞ്ഞു കേട്ടില്ല നിങ്ങള്? മുർഷിദായ വലിയ ഈ ഗോയിർസാനെ പറ്റി മുർഷിദായ വലിയ എന്നാ പറഞ്ഞത്. എന്നിട്ട് ഉപരി പറയാം ഷെയ്ഖില്ലാത്തവന്റെ ഷെയ്ഖ് ശൈത്താനാണെന്ന് റസൂൽ പറഞ്ഞിക്കണല്ലോ. എന്നാൽ ഇത് ഷെയ്ഖും ത്വരീക്കത്തിന്റെയാണ്. ഈ ചങ്ങായി ഇവിടെ പ്രചരിപ്പിക്കാൻ നോക്കുന്നത് ഷെയ്ഖും ത്വരീക്കത്തിന്റെയാണ്. ആരെ എന്നോട് പറഞ്ഞല്ല എന്നുള്ളത്? എന്നിട്ട് ഓമ്മനെ വന്നിട്ട് അതിനെ ഇവർ മുഴുവൻ കള്ളത്തൊരീക്കത്തുകാരും ഒരുമിച്ച് കൂടുന്ന ആൾക്കാരാണല്ലോ. അപ്പൊ ഈ കള്ളത്തൊരീക്കത്തുകാരുടെ വാദാണെങ്കിലോ കുറച്ച് പൊടുത്തം വിട്ട വാദാണ്. അപ്പൊ ഇനിയിപ്പം കള്ളത്തൊരീക്കത്ത് എന്ന് പറഞ്ഞ സംഭവം ഇല്ല എന്നൊക്കെ പറഞ്ഞ ആൾക്കാരല്ലേ. അപ്പൊ ഇനിയിപ്പോ ഇതെങ്ങനെ ഇപ്പൊ ചെയ്യാ വിചാരിച്ചാട്ടെ വേം കള്ളത്തൊരീക്കത്ത് എന്നുള്ളതിന് അതിനെ ഡൗട്ടാക്കാൻ നോക്കുക. ഇതെന്തിനായാലും ബേജാറാണ്. പേച്ച ത്വരീക്കത്താണത്, കള്ളത്തൊരീക്കത്തിന്റെ ആൾക്കാരാ. അവര് ഷെയ്ഖും വലിയ മുർഷിദൊക്കെ മുറബി എന്ന് വരെ പറയേണ്ടവര്. ഇനി വേണേ ഞാൻ അടിയിൽ വിട്ടുതരാ. ഈ ചങ്ങായിന്റെ യൂട്യൂബ് ചാനലില് ഇവനൊരു വിഷയത്തെ ഒരു തമ്പിലേക്ക് കൊടുത്തതിന് എന്താ, മുറബിയിൽ നിന്ന് അകറ്റുന്നവർന്ന് നമ്മളെ പറ്റി പറയാ. മുറബിയിൽ നിന്ന് അകറ്റുന്നവർ. ആരാ മുറബി? ഗോഹിർ സായിയാണ് മുറബി. ആ മുറബിയിൽ നിന്ന് നമ്മൾ ആളുകൾ അകറ്റാണെന്ന്. അതാണ് നിങ്ങൾ കണ്ടുനോക്കി. ഈ ചങ്ങായിന്റെ ചാനലിന്റെ അവിടെ ഒരു വിഷയത്തിന് തമ്പരയും കൊടുത്തന്നതാ. ഏതോ ഒന്ന് കൊണ്ടുവരിക, എന്നിട്ട് ത്വരീക്കത്തും മശായിഖമാരെയും കബളിപ്പിക്കാൻ വേണ്ടി കുട്ടിയെ തേങ്ങണം വ്യാജ ത്വരീക്കത്ത്, വ്യാജ ത്വരീക്കത്ത്. ഏതോ ഒന്നല്ല സമതയെ കൊണ്ടുവന്നത്. ഇത് കണ്ടില്ലേ? ആ ത്വരീക്കത്ത് ഇവിടെ പ്രചരിപ്പിക്കുന്ന ആളാണ് ഈ ഫഹീം ബാക്കവി എന്ന് പറഞ്ഞ ആള്. അയാൾ പറഞ്ഞിട്ടില്ലേ ജി ഷെയ്ഖും മുറബി മുർഷിദൊക്കെയാണ് അയാൾ പറഞ്ഞത് ഗോഹിർ സായിനെ പറ്റി. എന്നിട്ട് നുബുവത്ത് വാദിക്കുന്ന ആളാണ്, മറ്റാണ് മറിച്ചാണെന്ന് പറഞ്ഞാൽ ഇത് ത്വരീക്കത്തല്ല എന്ന് പറഞ്ഞ് വ്യാജ ത്വരീക്കത്താണ് എന്ന് പേരോട് ഉസ്താദ് പറഞ്ഞതിനെ എതിർക്കാനപ്പോ പോയി പറഞ്ഞത്. വ്യാജ ത്വരീക്കത്ത് തന്നെയാണ്. അതാ ഷെയ്ഖും മുർഷിദൊക്കെ പറഞ്ഞത്. ത്വരീക്കത്തിലാണ് ഈ മുർഷിദൊക്കെ ഉള്ളത്, മുറബിയൊക്കെ ഉള്ളത്. ഞാൻ വിട്ട സ്ക്രീൻഷോട്ട് ഉണ്ടല്ലേ ജി, മുറബിയിൽ നിന്ന് അകറ്റി ജനങ്ങളെ ജഹന്നമിലേക്ക് തള്ളിവിടുന്നവർ. അപ്പോ ഗോഹിർ സായി മുറബിയായ ഷെയ്ഖാന്നാ പറഞ്ഞത്. അപ്പൊ അത് വ്യാജ ത്വരീക്കത്താണ്, വ്യാജ ഷെയ്ഖാണെന്ന് പറയണ്ടേ, ജനങ്ങളെ ഉത്ബോധിപ്പിക്കണ്ടേ? അതിന് ചൂടായിട്ട് എന്ത് കാര്യം? എന്നിട്ട് പേരോട് ഉസ്താദിനോട് വരെ ഏതാണ് ആ പുസ്തകം നീ പറയാന്ന്. അതാണ്ട് ഔദാക്കാനോട് പോയി ചോദിച്ചോക്ക്. ഔദാക്കാനല്ലോ പേരോട് ഉസ്താദിനോട് പറയിപ്പിക്കണേ. അല്ല അതും വേണ്ട ചിന്തിക്കുക. ഔദ പറഞ്ഞിക്കണല്ലോ, നിങ്ങൾ വിചാരിച്ചാൽ പറയാൻ പറ്റില്ല, ഞാനാണ് തീരുമാനിച്ചും അത് അങ്ങ് പറയാന്ന്. അപ്പൊ ഔദാക്കാനോട് ചോദിച്ചോക്ക് ഏതാണ് പുസ്തകം എന്ന്. ഓ പറയാം, നീ പറ ഏതാ പുസ്തകം എന്ന് പേരോട് ഉസ്താദിനോട്. ഇതുണ്ടല്ലോ അർറ വോയിസ് മലയാളം ഖാദിരിയ ചിശ്തി. എന്താ പേര്, ഖാദിരിയ ചിശ്തി. നല്ല ത്വരീക്കത്തിന്റെ പേരട്ടെ. എന്നിട്ട് പോകാൻ പറയാ അവർ ത്വരീക്കത്തൊന്നല്ല, അത് വേറെന്തോ അനുഭവത്ത് വാദിക്കുന്ന ആൾക്കാരാണെന്ന്. ഖാദിരിയ ചിശ്തി എന്നുള്ള ത്വരീക്കത്തിന്റെ പേരല്ല ചങ്ങയ്യെ. എന്നിട്ട് പേരോട് ഉസ്താദ് അത് വ്യാജ ത്വരീക്കത്തിന് പുട്ട് തേങ്ങണ്ട അതിൽ പറയാണെന്ന്. എന്നിട്ട് ത്വരീക്കത്തിനെ കടുത്ത ആക്ഷേപിക്കാനെന്ന്. ഇവിടെ ആലിമീങ്ങൾ കണ്ണ് തുറന്ന് നിൽക്കണ്ടേ. ഏത് കള്ളന്മാര് ഈമാൻ കൊള്ളയടിക്കാൻ വന്നാലും ആ കള്ളന്മാരെ തുറന്നു കാണിക്കും. അതിന് ബാക്കിയുള്ള കള്ളന്മാരിങ്ങനെ എടുത്തു ചാടിയിട്ട് കാര്യമില്ല. എന്നിട്ട് ഓങ്ങനെ എടുത്തു ചാടുക.